താങ്കൾ ചെയ്ത പ്രവർത്തനങ്ങൾ അവർ ഒന്നടങ്കം എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പറയുന്നതും. അപ്പോൾ താങ്കളൊരു നോട്ട് എഴുതിയാൽ ആരാണ് അസ്വസ്ഥനാവുന്നത് പ്രശാന്ത്? അതാണ് ഇപ്പം പറഞ്ഞതൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഗുണപ്പെടുന്ന ചില പ്രോജക്ട്സ് ആണ്. ഇപ്പോൾ SCST ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ 310 കുട്ടികളെയാണ് എല്ലാ വർഷവും വിദേശത്തേക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് പറഞ്ഞയക്കുന്നത്. അത് 25 ലക്ഷം രൂപ വെച്ച്. നമ്മളിവിടെ ഫണ്ട് ചിലവാക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള അവരുടെ ഡിമാൻഡ് എന്താ അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ അതിനൊക്കെ ആ സമയത്ത് രാധാകൃഷ്ണൻ സാറായിരുന്നു മിനിസ്റ്റർ. അദ്ദേഹവും നല്ല സപ്പോർട്ട് തന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് നമ്മളിത് മുഴുവൻ ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ പ്രസാദ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവിൻ്റെ പുറത്താണ് ഞങ്ങൾ കൃഷി വകുപ്പിൽ പലതും ചെയ്തത്. ഇപ്പോൾ നവോത്ഥാൻ പോലുള്ള പ്രോജക്റ്റുകൾ ഇപ്പോൾ 1 ലക്ഷത്തിലധികം ഹെക്ടറാണ് തരിശായി കിടക്കുന്നത് കേരളത്തിലും സർക്കാരിൻ്റെ ഉൾപ്പെടെ. അപ്പോൾ അത് മുഴുവനും നവോത്ഥാൻ പ്രോജക്റ്റിൽ കൊണ്ടുവന്ന് കൃഷിയുക്തമാക്കണം. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കൂടാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുമ്പോൾ നമ്മൾ ചില ഡിസിഷൻസ് എടുക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്നും കൂടെ ഓർക്കണം. റെഗുലേറ്ററി ഫങ്ഷൻസും ഒക്കെ ഉണ്ട്. കൃഷി വകുപ്പിൽ തന്നെ തരം മാറ്റവും ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എത്ര ഫയലുകൾ വരും. അതുപോലെ SCST ഡിപ്പാർട്ട്മെൻറ്റിൽ ഫണ്ട് ഇപ്പോൾ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടൊക്കെ പല ഉടായ്പ സ്കീമുകളും പല ഉടായ്പകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പം സിസ്റ്റത്തിനകത്ത് കുറേ കാലമായി വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിട്ട് നടക്കുന്ന കുറേ പേരെ സംബന്ധിച്ചിടത്തോളം ദേ ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്, ദേ ഫീൽ ഒഫൻഡഡ്. ഇപ്പം ഞാൻ അവരെ പോലും പിടിക്കാനോ അവരെ ഉപദ്രവിക്കാനോ അവരെ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ നടപടിയെടുക്കുക അതുപോലും ഞാൻ പറയുന്നില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ആ സിസ്റ്റം കറക്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നത് പോലും പാടില്ല, നിങ്ങൾ അഭിപ്രായമേ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പമല്ലേ? എനിക്ക് ഫയലിൽ അഭിപ്രായം എഴുതാനല്ലേ എനിക്ക് ശമ്പളം തരുന്നത്? ആ സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ മുന്നിൽ താങ്കൾ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിയറിംഗുമായി ബന്ധപ്പെട്ട് താങ്കൾ പലതവണ ഈ പ്രശ്നം ഉയർത്താൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ചീഫ് സെക്രട്ടറിയുടെ നിലപാട് എന്തായിരുന്നു? കാര്യം ചീഫ് സെക്രട്ടറി ആണല്ലോ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഒരു ബ്യൂറോക്രാറ്റിക് ഹെഡ് എന്ന നിലയിൽ. ചീഫ് സെക്രട്ടറിയും ഒരു സിസ്റ്റത്തിനകത്താണ് വർക്ക് ചെയ്യുന്നത്. ചീഫ് സെക്രട്ടറി സ്വന്തം നിലയ്ക്ക് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെയർലി കോംപ്ലക്സ്. പക്ഷേ ഞാനിത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഒന്നുമല്ല, 1 വർഷം മുമ്പേ ആദ്യമായിട്ട് ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് എപ്പോഴൊക്കെ ഡോക്ടർ ജയതിലക്ക് ഈ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയോ അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. മുമ്പത്തെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത് പോലും. കാരണം ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ സാർ മാറിയതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നല്ലോ. ആ പീരീഡിൽ ഇദ്ദേഹം മിനിസ്റ്ററെ പോലും കാണിക്കാതെ പല ഉത്തരവുകൾ സ്വന്തമായിട്ട് ജിയോ വരെ ഇറക്കി. നമ്മൾ ഇപ്പം നിയമം അറിയാമല്ലോ. ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയാം. നമ്മുടെ ഭരണഘടന ഉണ്ട്. ഭരണഘടനയുടെ കീഴിൽ നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ വർക്ക് ചെയ്യണം, സ്ട്രക്ചർ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം വരുന്നതാണ് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ സംഭവം. റൂൾസ് ഓഫ് ബിസിനസ് ആണ് ശരിക്കും മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരുടെ ഒക്കെ ഇടയിൽ പവർ എങ്ങനെയാണ് ഇത് വേണ്ടതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് മാനുവലാണ്. ഈ സെക്രട്ടേറിയറ്റ് മാനുവലും ഈ റൂൾസ് ഓഫ് ബിസിനസ്സും പൊതുജനം സത്യം പറഞ്ഞാൽ കാണുന്നില്ല. ഇതിനെപ്പറ്റി വലിയ ബോധവാന്മാരും അല്ല. പക്ഷേ ഇത് രണ്ടും ഭരണഘടന കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു സംസ്ഥാനത്തെ നടത്തിക്കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 2 ഡോക്യുമെൻറ്റ്സ് ആണ്. ഈ 2 ഡോക്യുമെൻറ്റ്സും അത് അർഹിക്കുന്ന ഒരു ബഹുമാനം അതിന് കൊടുക്കണം. അത് ലംഘിക്കുക മാത്രമല്ല, സകലമാന നിയമങ്ങളും അല്ലെങ്കിൽ റൂൾസും എല്ലാം ലംഘിച്ചിട്ട് അങ്ങ് ചെയ്തു പോകാം, ആരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അരാജകത്വമല്ലേ? അങ്ങനെയൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. ഒരു നിയമത്തെ ബഹുമാനിക്കുന്ന ആരും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ശബ്ദിക്കാനും പാടില്ല. ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാ പോകാൻ പറ്റുക? അയാളാണല്ലോ ഇത് കൂടുതൽ പാലിക്കേണ്ടത്. താഴ്ന്ന ഉദ്യോഗസ്ഥൻ ഇത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കലാണല്ലോ അദ്ദേഹത്തിന്റെ ജോലി. മാത്രമല്ല ഈ വിവരം ഇപ്പോൾ രാധാകൃഷ്ണൻ മിനിസ്റ്ററൊക്കെ ഇരിക്കുന്ന സമയത്ത് താങ്കളത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ലേ? ആ സമയത്തൊക്കെ താങ്കൾക്ക് അനുകൂലമായിട്ടൊരു സമീപനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലേ, രാധാകൃഷ്ണൻ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നൊക്കെ? അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ അത്ര ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അദ്ദേഹം ഇലക്ഷന് പോകാൻ പോകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടു, MP ആയിട്ട് പോകുന്ന ഏതാണ്ട് ധാരണ. അപ്പോൾ ആ ഒരു 1-2 മാസത്തിലാണ് ഇദ്ദേഹം ശരിക്കും ഈ പറയില്ലേ പീലി വിടർത്തി എന്നൊക്കെ പറയുന്ന മാതിരി എനിക്കൊന്നും ബാധകമല്ല എന്ന രീതി സ്വന്തമായിട്ട് ഇറക്കി. നിങ്ങൾ ഇതിൽ ഫയലെടുത്ത് പരിശോധിച്ച് നോക്കൂ. അതായത് ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഉന്നതിയുടെ CEO ആയിട്ടൊക്കെ ഓർഡർ ഇറക്കിയിരിക്കുന്നത് വെറും 1 മണിക്കൂറിനകത്താണ്. പുള്ളി സ്വന്തം നിലയ്ക്ക് ഇറക്കിയിരിക്കുക. മിനിസ്റ്റർ ഒന്നും കാണണ്ട. ഇന്നും അത് റാറ്റിഫൈ ചെയ്തിട്ടില്ല, ഒരു മിനിസ്റ്ററും കണ്ടിട്ടില്ല.
നമുക്ക് delegation ഉണ്ട്. സ്ട്രേറ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാൻ powers പ്രശാന്ത്. ഈ delegate ചെയ്തിട്ടുണ്ട്. ആർക്ക് എന്ത് ചെയ്യാൻ ജയതിലകിന് പറ്റും? ഏതെങ്കിലും പൊളിറ്റിക്കൽ പേട്രണേജ്, ഒരു രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ജയതിലകിന്? എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാവുന്നത്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇങ്ങനല്ല ഒരു ഭരണകർത്താവ് പ്രത്യേകിച്ച് അധികാരം കൈയാളുമ്പോൾ ചെയ്യേണ്ടത്. പകയവും വിദ്വേഷവും വളരെ പെറ്റിയായിട്ടുള്ള ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇദ്ദേഹം എനിക്ക് വലിയൊരു ഉപദേശം തന്നതും. അന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന്. ഒരു നോട്ട്ബുക്ക് കരുതി വയ്ക്കണമെന്നും നമ്മളോട് തെറ്റുന്ന എല്ലാവരുടെയും പേരുകൾ അതിൽ കുറിച്ചിടണമെന്നും. എന്നിട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ജോലി തിരക്കിൽ ഇതൊക്കെ മറന്നു പോകും. പക്ഷേ യു ഷുഡ് കീപ് റെക്കോർഡ് ഓഫ് ഇറ്റ്. കാരണം എപ്പോഴൊക്കെ അവസരം കിട്ടും അവർക്കൊക്കെ ഇട്ട് പണിതുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അന്ധകാലത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇന്നത് കൂടിയിട്ടേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊന്നും ഞാൻ പറയുന്ന ഈ ഒരു തോട്ട് പ്രോസസ്സ് ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നത് വളരെ ടോക്സിക് അല്ലേ ഇത്? അത് പോട്ടെ, ആരുടെങ്കിലും കാര്യത്തിൽ അദ്ദേഹം അത് ചെയ്യുന്നുണ്ടോന്ന് ഞാൻ ഇപ്പൊ ഒത്തിരി പേര് പറയുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പലരും കഥകളൊക്കെ പുറത്ത് പറയുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ്. അതെ, മാത്രമല്ല പണി കൊടുക്കാൻ വേണ്ടി ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കരുതി വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആളല്ലല്ലോ യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റർ. എങ്ങനെ പണി ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. ഞാനൊരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പോ ഈ പ്രശാന്തിനെ സംബന്ധിച്ച് വ്യക്തിവിദ്വേഷം അല്ലല്ലോ ഗവർണൻസിനെ, ഇതൊരു സിസ്റ്റം അല്ലേ? ആ സിസ്റ്റത്തിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ, അതും ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിയൊക്കെ ആകാൻ യോഗ്യത കൽപ്പിക്കുന്ന മനോജ് ജോഷി ഇല്ലെങ്കിൽ ജയതിലകിന്റെ പേരാണ് പരിഗണിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തോ ആവട്ടെ, അതിപ്പം സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ അടക്കമുള്ളവർ അതിനകത്ത് വിയോജിപ്പുണ്ടാവുകയും ചെയ്യും. പക്ഷെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ താങ്കൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ഇപ്പം ആര് ഏത് പദവിയിലിരിക്കുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. ശരി, അതെ, അത് അപ്രസക്തമാണ്. പക്ഷെ താങ്കൾ ഈ കാര്യങ്ങളൊക്കെ സതുദ്ദേശപരമായി പറയുമ്പോൾ ഇപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ടല്ലോ, ഇവർക്കൊക്കെ ഇത് ബോധ്യപ്പെടേണ്ടതല്ലേ? എനിക്കൊന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് അവസാന നിമിഷം. നേരിട്ട് ഹിയറിംഗ് നടത്തണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും കൂടി ഒരു താല്പര്യമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമുണ്ടെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്, ഇതിങ്ങനെ വഷളാക്കാതെ? അതാണല്ലോ എൻ്റെ ശരി. അത് പ്രശ്നങ്ങൾ പരിഹരിക്കണം, തീർക്കണം, മുമ്പോട്ട് പോകണം. പക്ഷെ അതൊരു സെറ്റിൽമെന്റ് രീതിയിൽ ആവരുത് എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതൊന്നും സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ, ഇത് ക്രൈം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഒരു വ്യാജമായിട്ട് രേഖ സൃഷ്ടിക്കുക, അത് മറ്റൊരു ഡേറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഈ ടെക്നോളജി ഉള്ളത് കൊണ്ടും ഈ പറഞ്ഞ ജയതിലക് സാറിനാണെങ്കിലും ശ്രീ ഗോപാലകൃഷ്ണനാണെങ്കിലും ടെക്നോളജി അത്ര വശമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. കാരണം ഇവര് വ്യാജമായിട്ട് ഈ ഓഫീസിൽ ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന്റെ മെറ്റാ ഡാറ്റ ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ സംഭവം വെളിയിലാവുന്നത്. ഇല്ലെങ്കിൽ എന്താ നാട്ടുകാരെന്താ വിചാരിക്കുക, ഞാൻ എന്തോ ഭയങ്കര കുഴപ്പം കാണിച്ചു എന്നല്ലേ വിചാരിക്കുക. ഇതൊരു പ്രവണതയായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്താവും ആലോചിക്കും. ഞാൻ വളരെ ജെന്യൂനായിട്ട് പറയാണ്, ഈ സിസ്റ്റം ഇങ്ങനെ പോവുകയാണെങ്കിൽ നശിച്ച് നാറാണക്കല്ലെടുത്ത് പോവും. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് നശിച്ചു പോവുകയാണ്. എന്നിട്ടും ഈ ജയതിലകിനെതിരെ ഇത്രയും കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും നടപടി എടുക്കാതിരിക്കുക. ഗോപാലകൃഷ്ണൻ താങ്കൾക്കൊപ്പം സസ്പെൻഷനിലായ ആളാണ്, പക്ഷെ അയാൾ ഇപ്പോഴും സർവീസിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഈ ജയതിലക് അടക്കമുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടി എടുക്കാതിരിക്കുന്നതിനു പിന്നിൽ ഒരു രക്ഷാകർതൃത്വം ഉള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നു? അതല്ല, ഈ സീനിയർ IAS ഉദ്യോഗസ്ഥരുടെ ഒരു തരം ലോബിയാണോ ഇതിനു പിന്നിൽ ഈ സംരക്ഷണ കവചം ഒരുക്കുന്നത്? എനിക്ക് തോന്നുന്നത് സീനിയർ IAS ഓഫീസേഴ്സിനെ പലരെയും നമ്മൾ ഊതി വീർപ്പിച്ച ബലൂൺ മാതിരിയാണ്. എന്തോ ഭയങ്കര സംഭവമാണെന്ന് പൊതുവേ ഈവൻ രാഷ്ട്രീയക്കാർക്ക് പോലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളത്. ഒന്നുമല്ല, ഇത് ഒരു ഭയപ്പാടൊക്കെ ഒരു മെക്ക് ബിലീഫാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും വെള്ളം കുടിക്കും. അത് തടയാനൊന്നും ആർക്കും സാധിക്കുമൊന്നുമില്ല. അത് ഒരു സമയം എടുക്കുമായിരിക്കും, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതിന് റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് ഇപ്പം നമ്മൾ നോക്കിയോ, ഇത് IPS-നകത്ത് തന്നെ എത്രയോ പേര്, പോലീസിനകത്തുനിന്ന് പലരും റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അവർ സർവീസിലുണ്ടായിരുന്ന പല ചെയ്തികൾക്കും ഉത്തരം പറയേണ്ടി വരുന്നതും ചിലപ്പോൾ ജയിലിനകത്ത് വരെ പോകേണ്ടി വന്നിട്ടുണ്ട്. അവർ സർവീസ് കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയ പലതിനും പ്രൈവറ്റ് കേസൊക്കെ ആയിട്ട്. ഇതൊന്നും അറിയാറില്ല, ഇതൊന്നും പബ്ലിക് അങ്ങനെ റീഡ് ചെയ്യാറില്ല, വായിക്കാറില്ല. കാരണം എന്താ, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് വാല്യൂ അങ്ങ് കുറഞ്ഞു, അങ്ങനെ വലിയ ഇതില്ല. പക്ഷേ IAS-കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ഫോളോ അപ്പ് ഒന്നും നടക്കാത്തതുകൊണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാവാത്ത ആയിരിക്കാം. ഒന്നോ രണ്ടോ കേസ് അങ്ങനെ വരുമ്പോൾ മനസ്സിലായിക്കോളും.